റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുവജി. സാമൂഹ്യ പ്രവർത്തകനും പ്രാദേശിക മാധ്യമ പ്രവർത്തകനുമായ റൂബിൻ ലാലിനെതിരെ കള്ളക്കേസെടുത്ത് നിയമവിരുദ്ധമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിക്കുകയും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ജയിലിലടക്കുകയും ചെയ്ത അതിരപ്പള്ളി SHO റോഡ്രിക് ഗ്രോമിക്കിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. റൂബിൻ ലാലിനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത അതിരപ്പള്ളി SHO റോഡ്രിക് ഗ്രോമിക്കിനെ സസ്പെൻഡ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് റൂബിൻ ലാലിന്റെ അമ്മ സമരത്തിൽ. SHO പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കി എന്ന് വകുപ്പ് തല അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടും സസ്പെൻഡ് ചെയ്യാത്തതിനെതിരെ ചാലക്കുടി ജനകീയ കൂട്ടായ്മ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പ്രൊഫസർ കുസുമം ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PK കിട്ടൻ, പോത്തുപാറ ആദിവാസി ഊരിലെ ജോസ് മൂപ്പൻ, മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ജനറൽ സെക്രട്ടറി ജോയ് കൈതാരം, വർക്കിംഗ് ജേർണലിസ്റ്റസ് യൂണിയൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി N പത്മനാഭൻ, സമത സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ ജനറൽ സെക്രട്ടറി ഷാജിലാൽ KV, സിസ്റ്റർ റോസ് ആൻഡോ, ടെൻസൻ VM, ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ, AAP ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി, വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി സരസ്വതി വലപ്പാട്, ജയപ്രകാശ് ഒളരി, ജിയോ ജോയ് അതിരപ്പള്ളി, ജോബിൾ വാടാശ്ശേരി, സുരേന്ദ്രൻ CS, ബാബു നമ്പാടൻ എന്നിവർ സംസാരിച്ചു. വെച്ചിട്ട് റൂബിൻ ലാൽ ഉടുത്തതുപോലെ ഒരു കള്ളിമുണ്ടുമുടുത്ത് ഈ റോഡിലൂടെ നടക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ കാക്കിക്ക് അടുത്ത പറമ്പിൽ കൊറ്റി ഓടിക്കാനായിട്ട് കുത്തിവെക്കാനല്ലാതെ യാതൊരു ഉപയോഗവും ഉണ്ടാവില്ല. ഒരാളും അന്ന് നിങ്ങളെ സാറേ സാറേ എന്ന് വിളിക്കില്ല. മാത്രവുമല്ല, ഇത് സോഷ്യൽ മീഡിയ കാലമാണ്. ഓരോരുത്തരോടും നിങ്ങൾ ചെയ്ത ഗുണ്ടായിസം, ഓരോരുത്തരോടും നിങ്ങൾ വാങ്ങിച്ച കള്ളപ്പണം, ഓരോരുത്തരോടും നിങ്ങൾ വാങ്ങിച്ച കൈക്കൂലി അവരോർത്ത് വെക്കും. അവര് പതിയെ പതിയെ ഇത് പുറത്തോട്ടിറക്കി തുടങ്ങും. അന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കും, ഈ അച്ഛന് പോയി ചത്തൂടായിരുന്നോ എന്ന്. അത്ര അപമാനകരമായി സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ ഓരോ ചെയ്തികളും പുറത്തേക്ക് വരും. നിങ്ങൾക്കൊന്ന് 56 വയസ്സാകാൻ നിങ്ങളുടെ ഈ തൊപ്പിയൊക്കെ കാക്ക ഓടിക്കാനായി കുത്തിവെക്കുന്ന ഒരു സമയം വരാനായി ഈ നാട്ടിലെ ആളുകൾ കാത്തിരിക്കുകയാണ്. മാന്യന്മാരായ പോലീസുകാരോട്, അന്തസ്സുള്ള പോലീസുകാരോട് ഞങ്ങൾക്ക് എന്നും ബഹുമാനമാണ്. പക്ഷെ അതല്ല ഈ അതിരപ്പള്ളി SHO. അദ്ദേഹം അങ്ങേയറ്റം നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിരിക്കുന്നു. അദ്ദേഹം നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് കേരള പോലീസിന്റെ ഉന്നത അധികാരികൾ സമ്മതിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആ റിപ്പോർട്ട് കണ്ടു കാണും. ഈ SHOയ്ക്കെതിരെ ആൻഡ്രിക് ഗ്രോമിക് എന്നൊക്കെ വലിയ പേരുള്ള ഈ SHOയ്ക്കെതിരെ വന്ന റിപ്പോർട്ട് എല്ലാ പോലീസുകാരും എടുത്തൊന്ന് വായിക്കണം. നിങ്ങൾക്ക് വല്ല ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇട്ടുതരാം. എല്ലാവരും വായിക്കണം. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഇയാൾ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി, ഇയാൾ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നോടിയായി നടത്തേണ്ട ഒരു പരിപാടികളും നടത്തിയിട്ടില്ല, ഇയാൾ രാത്രിയിൽ ഈ യുവാവിനെ വിവസ്ത്രനാക്കി നിർത്തിയത് അങ്ങേയറ്റം തെറ്റാണ്, ഇയാൾ കേരള പോലീസിന് അപമാനമാണ് എന്നാണ്. നിരീക്ഷിക്കാൻ വേണ്ടിയാണ് പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഒരു ഒരു അവകാശ പ്രവർത്തകന്, മനുഷ്യാവകാശ പ്രവർത്തകന്, റൈറ്റ് ആക്ടിവിസ്റ്റിനെ പോലീസ് എല്ലാ മാനദണ്ഡങ്ങളും അതിൻ്റെ ഒരു സ്വാഭാവികമായി നടത്തേണ്ട എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഗുണ്ടയെ പോലെ വീട്ടിൽ രാത്രി അതിക്രമിച്ച് കയറി പിടിച്ചോണ്ട് പോയി. അതിനുശേഷം ആ നടപടിക്ക് കോടതിയുടെ അംഗീകാരം കിട്ടി. ഇത്തിരി വലിയൊരു പൊതു ചർച്ചയായിട്ടും നിയമവിരുദ്ധമായി ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസ് മേധാവിയും ആഭ്യന്തര വകുപ്പും ഇന്ത്യയിലെ മാനവ വിഭവശേഷി മന്ത്രാലയവും ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. ആ ഉത്തരവിന്റെ കോപ്പി എൻ്റെ ഈ മൊബൈലിനകത്തുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ഈ മൊബൈലിനകത്തുണ്ട്. ഇത്തരത്തിൽ അനേകം വിവരങ്ങൾ റൂബിൻ ലാലിന്റെ മൊബൈലിനകത്തുണ്ടായിരുന്നു. ആ മൊബൈല് SHO വാങ്ങി അത് ചവിട്ടി പൊട്ടിച്ച് തകർത്ത് അത് നമ്മുടെ കപ്പത്തോട്ടില, എന്താണ് ഈ തോട്, കണ്ണംകുടി തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. അതായത് റൂബിൻ ലാലിന്റെ മൊബൈൽ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർ തന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ കാഴ്ചക്കാരനാക്കി നിർത്തിക്കൊണ്ട് ഒരു വലിയ കുറ്റകൃത്യം ഈ CI ചെയ്തു, SHO ചെയ്തു. ആ മൊബൈല് അടിച്ചു തകർത്ത് കളഞ്ഞു. ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ്?
ലക്ഷ്മിയെ രക്ഷിക്കാൻ വേണ്ടിയാണോ? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ വേണ്ടിയാണോ? ഇവര് കഴിഞ്ഞ കാലങ്ങളിൽ IB-യിലൊക്കെ നടത്തിയ കൂടിച്ചേരലുകൾക്ക് ഉള്ള തെളിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണോ? റൂബിൻ ലാലിനെ തകർക്കണം എന്ന് തീരുമാനിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗങ്ങളിലെ ചർച്ചകൾക്ക് പലതിന്റെയും വിവരങ്ങളുള്ള മൊബൈലിൽ നിന്ന് ഈ വിവരങ്ങൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടിയാണോ? ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നെ കേൾക്കുന്നുവെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം റൂബിൻ ലാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ റൂബിൻ ലാലിന്റെ കയ്യിൽ നിന്ന് ഈ വിവരങ്ങൾ ബോധപൂർവമെങ്കിലും സ്വന്തം നാവ് കൊണ്ടെങ്കിലും അറിയാൻ നിങ്ങൾ ശ്രമിക്കണം. സംരക്ഷണം തന്റെ പോലീസ് തന്നെ എന്റെ കുടുംബത്തിനെയും കിടക്കാൻ രാത്രി കിടന്നുറങ്ങാൻ സമാധാനമില്ലാത്ത ഇതാക്കിയ SI-നെ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്യണമെന്നൊരു അപേക്ഷ എനിക്കുണ്ട്. എന്നിങ്ങനെ ചെയ്താലും ഞങ്ങളെ ഈ പാവപ്പെട്ട നാട്ടുകാരൊക്കെ എങ്ങനെ കഴിച്ചു കൂട്ടും? എന്റെ ഭർത്താവ് ഒരു വിശ്വാസം എനിക്ക് തന്നിട്ടുണ്ടായി. അങ്ങേര് മരിച്ചു പോയിട്ട് 15 കൊല്ലമായെങ്കിലും അങ്ങേര് പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, നമ്മൾ എല്ലാം നമുക്ക് സ്നേഹമുള്ള മനുഷ്യരാണ്. ആ വിശ്വാസത്തിൽ ഞാൻ കിടന്നുറങ്ങിയിരുന്നു. ഞാൻ 1:30 എൻ്റെ മോൻ വിളിച്ചപ്പോൾ എൻ്റെ റൂബി അവിടെ ഇല്ല, എൻ്റെ ഉള്ള ജീവൻ പോയി ആ നേരത്ത്. എന്നെ ഒരു വാക്ക് പറയാണ്ട് വാല് തുറക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അതൊന്നും അവനനുസരിച്ചില്ല. അപ്പം ഈ അനീതി ചെയ്യുന്ന ഈ പോലീസുകാരെയും ഫോറസ്റ്റുകാരെയും വേണ്ട നടപടി എടുക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് കൊടുത്തോളാം. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.